എല്ലാവർക്കും ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് സംസാരിക്കണം. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഫ്രേസസ് ഒക്കെ വെച്ച് യൂസ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ സൗണ്ട് മോർ ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. ഹായ് ഗായ്സ്, എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കോൺ. ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം, താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. ടു ബി ഹോണസ്റ്റ്, ഉള്ളതുപോലെ പറഞ്ഞാൽ, ഹോണസ്റ്റ്ലി അല്ലെങ്കിൽ ഫ്രാങ്ക്ലി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടു ബി ഹോണസ്റ്റ് ഐ ഡിഡൻറ്റ് ലൈക്ക് ദ മൂവി. ഉള്ളതുപോലെ പറഞ്ഞാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. അതൊരു നല്ല ചോദ്യമാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ തോട്ട്ഫുൾ ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയി പറയാണ്, ഹൗ ക്യാൻ വി ഇംപ്രൂവ് അവർ ടീം വർക്ക് സർ എന്ന് ചോദിക്കുകയാണ് ബോസിനോട്. അപ്പോൾ ബോസ് പറയും, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അത് നല്ലൊരു ചോദ്യമാണ്. യു നോ വാട്ട് ഐ മീൻ? ഇതിൻ്റെ മലയാളം എന്താ? ഞാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് അറിയാമല്ലോ. ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് വെച്ചാൽ, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദിസ് ഡ്രസ് ഇസ് ടു എക്സ്പെൻസീവ്. യു നോ വാട്ട് ഐ മീൻ? ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. ഇതിൻ്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ദിസ് പ്ലാൻ ഇസ് ഗുഡ്. അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്ലാന് അടിപൊളിയാണ്. ഇതുമാതിരി നിങ്ങൾ ഈ ഫ്രേസസ് ഒക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾ മോർ അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നും. നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഒന്നും കൂടി ബെറ്റർ ആക്കും. കേൾക്കുന്ന ആൾക്കാർ തോന്നും നിങ്ങൾ ബെറ്ററാണ്, നിങ്ങൾ ഒന്നും കൂടി ഫ്ലുവൻ്റ് ആണെന്ന് വിചാരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ഒടുവിൽ, ഫൈനലി അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി, ഇതാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ family is most important. Cut to the chase. To get to the point quickly without wasting time on unnecessary details. മലയാളം എന്താണെന്ന് വെച്ചാൽ, മലയാളം അർത്ഥമാണ് നേരെ കാര്യത്തിലേക്ക് കടക്കുക, ചുറ്റിക്കറങ്ങാണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം, സോ ലെറ്റ്സ് കട്ട് ടു ദ ചേസ്. ആർ യു ജോയിനിങ് ദ പ്രോജക്റ്റ് ഓർ നോട്ട്? നീ പ്രോജക്റ്റ് ജോയിൻ ചെയ്യണ്ടോ അല്ലയോ? മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയും, വെറുതെ സമയം കളയാണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യണ്ടോ അല്ലയോ? ലെറ്റ് ഇറ്റ് സ്ലൈഡ്. ഇതിൻ്റെ അർത്ഥമാണ് അത് ഒഴിവാക്കുക, റിയാക്ട് ചെയ്യാണ്ട് അത് ഒഴിവാക്കുക. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ഇഗ്നോർ സംതിങ് ബാഡ് ഓർ അനോയിങ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ് ടു ഇറ്റ്. അത് ഒഴിവാക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ കിഡ്സ് ആർ ബിറ്റ് നോയ്സി ബട്ട് ഐ ഡിസൈഡഡ് ടു ലെറ്റ് ഇറ്റ് സ്ലൈഡ്. ഞാൻ തീരുമാനിച്ചു അത് റിയാക്ട് ചെയ്യാണ്ടിരിക്കുക ഞാൻ. ഇഫ് യു ആസ്ക് മീ, എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഇൻ മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു മീ. ഇഫ് യു ആസ്ക് മീ, ദിസ് മൂവി ഈസ് ബോറിംഗ്. ഫെഡ് അപ്പ് വിത്ത് സംതിങ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ മടുത്തു, വെരി ടയേർഡ് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് വിത്ത് സംതിങ്. നിങ്ങളിപ്പോൾ ജോലിയിൽ ഭയങ്കര മടുത്തുപോയി, ഒരു കാര്യം സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് നിങ്ങൾ മടുത്തുപോയി. അപ്പം നമ്മൾ പറയാണ്, ഐ എം ഫെഡ് അപ്പ് വിത്ത് മൈ വർക്ക്. റൺ ഔട്ട് ഓഫ് സംതിങ് എന്ന് വെച്ചാൽ എന്താ? തീർന്നു പോകുക. ടു ഫിനിഷ് സംതിങ് കംപ്ലീറ്റ്ലി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ റാൻ ഔട്ട് ഓഫ് മണി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം, താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.